ശരിയായ പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ഘാടനമാണ്. ശ്രദ്ധിക്കണം, ഉദ്ഘാടനം. ഭാഗികം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? സമഗ്രം എന്നാണ്. ഭാഗികം എന്നതിൻ്റെ വിപരീത പദം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പിപാസു എന്നാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പിപാസു. നീഹാരം എന്നതിൻ്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? മഞ്ഞാണ്. നീഹാരം എന്നാൽ മഞ്ഞാണ്. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ധീരൻ ധീര ശരിയാണ്. ഏകാകി ഏകാകിനി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. അപ്പം എന്താണ്? എല്ലാം ശരിയായ ജോഡികൾ തന്നെയാണ്. കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനത്തെ പ്രവൃത്തി എന്നാണ്. കലാശക്കൊട്ട എന്നാൽ എന്താണ്? അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ്? നടപടിക്രമം എന്നാണ്. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതിയാൽ എന്തു വരും? വാങ്മയം എന്ന് വരും. അവൻ പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? ആ പ്ലസ് അൻ. അവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്ലസ് അന്നാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ആചാര്യരാണ്. അതായത് ആചാര്യർ എന്ന് പറയുന്നത് ഒരാളാണ്, പക്ഷെ അവിടെ ബഹുവചന പ്രത്യയമായ ഇർ കൊടുത്തത് എന്തുകൊണ്ടാണ്? ബഹുമാനാർത്ഥമാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഇർ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടല്ല എന്ത് കൊടുത്തിരിക്കുന്നത്? ബഹുവചന പ്രത്യയം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? വേലക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലേ. ജനങ്ങൾ, മിടുക്കർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. പക്ഷെ ആചാര്യർ എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ കൊടുത്തിരിക്കുന്നത് ബഹുവചന പ്രത്യയം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നാൽ എന്താണ്? ജാഗരമാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുന്നത്? തിരു പ്ലസ് അടി എന്നാണ് ലഭിക്കുക. അതായത് തിരു പ്ലസ് അടി എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവടി എന്നാണ്. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഞ്ചിക്കുക, അതുപോലെ തന്നെ ഉയർച്ച തടയുക. അപ്പൊ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചിക്കുക എന്നുമുണ്ട്, ഉയർച്ച തടയുക എന്നുമുണ്ട്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി വൈദ്യരാണ്. ഇവിടെയും എന്താണ്? ഒരാളെ ഉള്ളൂ, പക്ഷെ എന്താണ്? ബഹുവചന പ്രത്യയം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനാർത്ഥമാണ്. അതാണ് എന്ത് പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആദരാഞ്ജലികളാണ്. ആദരാഞ്ജലിയാണ് തെറ്റായ പദം. കാരണം ആദ്യം വരേണ്ടത് എന്താണ്? ഞായാണ്. പിന്നെയാണ് എന്ത് വരേണ്ടത്? ജാ വരേണ്ടത്. അപ്പം എന്താണ്? ആദരാഞ്ജലിയാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പദം. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ സി അർവാചീനമാണ് പ്രാചീനത്തിന്റെ വിപരീത പദം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? നീഹാരം എന്ന് വെച്ചാൽ മഞ്ഞാണ്. തുഷാരം മഞ്ഞാണ്. തുഹിനം മഞ്ഞാണ്. അപ്പം എന്താണ് വരുന്നത്? നിധനം എന്തല്ല? മഞ്ഞിന്റെ പര്യായ പദമല്ല. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കൺഫ്യൂസിംഗ് ആയിട്ട് വരും. ഒന്ന്, പാദമാകുന്ന പങ്കജമാണോ അതോ പങ്കജമാകുന്ന പാദമാണോ? ശരി ഉത്തരമായിട്ട് വരുന്നത് പാദമാകുന്ന പങ്കജമാണ് കേട്ടോ. പാദമാകുന്ന പങ്കജമാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് ഏതാണ്? മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം എന്താണ്? കടപ്പുറമാണ്. അപ്പം എന്താണ്? കടൽ പ്ലസ് പുറം ചേർത്തെഴുതിയാൽ എന്തു വരും? കടപ്പുറം എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. എന്താണ്? ഓപ്ഷൻ ബി അക്ഷൗണിയാണ് ഇവിടുത്തെ ശരിയായ പദമായിട്ട് വരുന്നത്. ഇത് SCRT എന്നുള്ള പദമാണ്. എന്താണ്? അക്ഷൗഹിണി. അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതന ഭാരതത്തിലെ വലിയ സേനാ വിഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? അക്ഷൗഹിണി എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ പദം എന്താണ്? അക്ഷൗഹിണി. നാഴികയുടെ 60 പങ്കിനെ പറയുന്നത് എന്താണ്? വിനാഴിക എന്നാണ്. പരമോച്ച നില പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? പരമ പ്ലസ് ഉച്ച പ്ലസ് നില എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം. പ്രമാദം എന്ന് പറയുന്നതിൻ്റെ ശരിയായ പര്യായ കൂട്ടം എന്താണ്? വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നൊക്കെയാണ്. ആധ്യാത്മം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഭൗതികമാണ്.
നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ സത്യസന്ധമായി പെരുമാറണം എന്നാണ്. ചേർത്തെഴുതിയാൽ എന്താണ് വരിക? മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാർത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. എന്താണ് വരിക? മലർക്കളം എഴുതിക്കാത്തോരരജൻ. അരജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവാണ് അല്ലെ, രാജാവാണ്. അപ്പൊ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മലർക്കളം എഴുതിക്കാത്തോരരജൻ. ഇവിടെ ഇരട്ടിപ്പ് വരുന്നുണ്ട് അല്ലെ. മലർ പ്ലസ് കളം എന്തായിട്ട് മാറും? കളമായി ഇരട്ടിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാത്ത എന്തായിട്ട് മാറും? അതും അവിടെ ഒരു ഇക്കായായിട്ട് മാറുന്നുണ്ട്. പിന്നെ ചേർത്ത് എഴുതുക, മലർക്കളം എഴുതിക്കാത്തോരരജൻ. വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? വൈരിണി എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് എന്താണ്? കണ്ണീരിൽ കലർത്തി അവൾ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അതല്ല വരുന്നത്. ഓപ്ഷൻ ബി നോക്കാം. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏതാണ്? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ശരിയായ ഒറ്റപ്പദം ഏതാണ്? വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? നിലാവ് എന്നതിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ്. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വിണ്ടലം. ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? വിണ്ടലം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വിൺ പ്ലസ് സ്ഥലം ആണ് എന്ത്? വിണ്ടലം ആയിട്ട് വരുന്നത്. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദം ഏതാണ്? തലവേദന എന്നതിൻ്റെ ശരിയായ ഘടകപദം ഏതാണ്? തലയിലെ വേദന എന്നാണ്. ഓപ്ഷൻ സി തലയിലെ വേദന എന്നാണ്. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മാലേയമാണ് ചന്ദനം എന്ന പദത്തിന് സമാന പദം. അതായത് മാലേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദനം എന്നാണ് അർത്ഥം. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം എന്താണ്? കവയിത്രിയാണ്. ഇവിടെ ഐക്യമത്യമാണോ ശരിയായത്? അല്ല, കാരണം ഐക്യമത്യം തെറ്റായ വാക്കാണ്. ഐകമത്യമാണ് കേട്ടോ. ഐക്യമല്ല, ഐകമത്യമാണ്. സാമ്രാട്ടല്ല, മറിച്ച് എന്താണ്? സമ്രാട്ടാണ്. വിമിഷ്ടമല്ല, വിമ്മിട്ടമാണ്. അപ്പോൾ ഇവിടെ ശരിയായ പദമായിട്ട് വരുന്നതാണ് കവയിത്രിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? ഓപ്ഷൻ സി പുരുഷന്മാരാണ്. ബഹുവചനത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗ ബഹുവചനമാണോ, അല്ലെങ്കിൽ പുല്ലിംഗ ബഹുവചനമാണോ, അല്ലെങ്കിൽ നപുംസലിംഗ ബഹുവചനമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ബഹുവചനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, മിടുക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഏതാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മിടുക്കർ എന്ന് പറയുന്നത്. ആണും പെണ്ണും ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ചേർന്ന കൂട്ടത്തെയാണ് മിടുക്കർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ശൂദ്രർ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നുണ്ട്? ആണുങ്ങളും വരാം, പെണ്ണുങ്ങളും വരാം. അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും എന്ത് പറയാം? ആണുങ്ങളും വരാം, പെണ്ണുങ്ങളും വരാം. പക്ഷേ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് അത് എന്ത് ബഹുവചനമാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്? പുല്ലിംഗ ബഹുവചനമാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? സലിംഗ ബഹുവചനമാണ്. ഇങ്ങനെ പറയാൻ സാധിക്കാത്ത വാക്കുകളായ മിടുക്കർ, ശൂദ്ര, അധ്യാപകർ എന്നൊക്കെ പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചുരുക്കി പറയുക എന്നാണ്. ശ്ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വലിയ കാര്യത്തെ ചുരുക്കി പറയുന്നതല്ലേ ശ്ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? ചുരുക്കി പറയുക എന്നാണ്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതിയാൽ എന്താണ്? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ്. പുട്ട് ഔട്ട് എന്നതിൻ്റെ പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? പുട്ട് ഔട്ട് എന്നാൽ എന്താണ്? ശരിയായ അർത്ഥം എന്താണ് വരുന്നത്? അണയ്ക്കുക എന്നാണ്. ഓപ്ഷൻ എ അണയ്ക്കുക എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ്? അശ്വത്ഥമാവാണ് കേട്ടോ. അശ്വത്ഥമാവാണ്. കാരണം
ദ്രോണരുടെ പുത്രനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്രൗണി എന്ന് പറയുന്നത്. അതാരാണ്? അശ്വത്ഥമാവാണ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ചിത് പ്ലസ് മുദ്രയാണ് എന്ത്? ചിന്മുദ്ര എന്ന് പറയുന്നത്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? വിശ്വസ്തനാണ്. കാരണം വിശ്വസ്തൻ വരുന്നത് എങ്ങനെയാണ്? തായാണ് വരുന്നത് കേട്ടോ. ധായല്ല, മറിച്ച് എന്താണ്? തായാണ് വരുന്നത്.